നമുക്ക് കുറച്ച് നാളുകൊണ്ട് കിട്ടിയതാണ് ഈ മുരിങ്ങയിറച്ചി. അങ്ങനെ എല്ലായിടും ഒന്നും ഈ ഐറ്റം കിട്ടത്തില്ല. എന്നാൽ കിട്ടുന്നവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ ഇന്നിവിടെ മുരിങ്ങയിറച്ചി റോസ്റ്റ് ചെയ്യാൻ പോവാണേ. ആദ്യം തന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം ഊറ്റി മാറ്റുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. ചെറിയുള്ളിയും കാന്താരിയാണ് നമ്മളിന്ന് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു കൊച്ചു പീസ് പട്ട ഇട്ട് കൊടുക്കുകയാണേ. ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ വെക്കുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പട്ട ആദ്യം ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കാന്താരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ആവശ്യത്തിന് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള മുരിങ്ങയിറച്ചി വേവിച്ച് വറ്റിച്ചെടുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. എല്ലാം കൂടെ ഒന്ന് വഴണ്ട് റെഡിയായി വരുമ്പോഴത്തേക്കിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് എടുത്ത് നോക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി മുരിങ്ങയിറച്ചി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.